SKSSFുകാർ ഈ വിവാദം തുടങ്ങിയതു മുതൽ ഇന്നേ വരെയുള്ള കാര്യങ്ങളിൽ പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ, കാരണം ഷാറ മുബാറക്കുമായി ബന്ധപ്പെട്ട് ഹസൻ മൗലവി പറഞ്ഞതും അദ്ദേഹം പറഞ്ഞത് ഷാറ മുബാറക്ക് എത്തുക എന്നുള്ളത് ഷാറ മുബാറക്ക് നന്മയുള്ളവരുടെ കരങ്ങളിൽ എത്തൂ എന്ന് ഹസൻ മൗലവി ഒരിക്കൽ പറയുന്നു. അടുത്ത ആള് പറയുന്നു അല്ല, അത് നന്മയില്ലാത്തവരുടെ കൈകളിലും എത്താൻ സാധ്യതയുണ്ട് എന്നൊരിക്കൽ പറയുന്നു. അങ്ങനെ ആ വിഷയത്തിലൊരു വൈരുദ്ധ്യം. പിന്നെ ഹമീദ് മൗലവി തന്നെ ഒരു സമയത്ത് ഷാറ മുബാറക്ക് എവിടെ ഉണ്ട്, അബുദാബിയിൽ ഉണ്ട് എന്ന് അവിടുത്തെ രേഖകൾ തെളിയിക്കുന്നു എന്ന് പറയുന്നു. ആ പറയുമ്പോ പിന്നീട് അത് അദ്ദേഹം സാധാരണ പ്രവർത്തകനൊന്നുമല്ല, SYSന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്നാണ് എന്റെ ഓർമ്മ. ആ ഒരു അവസരത്തിൽ അത്രയ്ക്ക് പവറുള്ള ഒരു വ്യക്തി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതിന് രേഖകളുണ്ടെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും പിന്നീട് സംഘടനാപരമായ എതിർപ്പുള്ള ആളുകളുടെ കരങ്ങളിൽ അദ്ദേഹം ഒരു കാലത്ത് സമ്മതിച്ച ആ വസ്തുത പിറ്റേ കാലത്ത് സംഘടനാപരമായ എതിർപ്പുള്ള ആളുടെ കൈകളിൽ എത്തുമ്പോൾ അസൂയ കൊണ്ടൊന്നു മാത്രം അതിനെതിർക്കുകയും ചെയ്യുന്ന ഒരു വഴി. അതുപോലെ തന്നെ ആ രണ്ടിനെ കുറിച്ചും മറുപടി പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഷാറ മുബാറക്ക് ഒരാളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണമായ ഒരു മുസ്ലിം അംഗീകരിക്കുവാനുള്ള മാനദണ്ഡം എന്താണ് എന്നുകൂടി പറയണം. മൈഗ്രേസ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ആദ്യം അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പലക്കടവ് പറഞ്ഞു ഹസ്രജിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ അതിന് കാരണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം ചോദ്യത്തിൽപ്പെട്ടതല്ലേ. ഏകദേശം അതിന്റെ കാരണം അബ്ദുൽ ഹമീദ് ഫൈസി അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഹസ്രജിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉണ്ട് എന്ന്, ഒരു മുടി എന്നാ പറഞ്ഞത്, ഒരു മുടി ഉണ്ട് എന്ന് ആ ക്ലിപ്പ് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ ഒരു ഫൈസി ഹസ്രജി കുടുംബത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അബൂദാബില്. അദ്ദേഹം പറഞ്ഞു ഇവിടെ അഹമ്മദ് ഹസ്രജിന്റെ അവിടെ റസൂലുള്ളാഹിന്റെ ഒരു മുടി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, നമ്മൾ പോയി കാണുകയല്ലേ എന്ന് വെച്ചു. അപ്പൊ അങ്ങനെ കാണണമെന്ന് പറഞ്ഞു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് അന്ന് കാണാൻ പറ്റിയില്ല. അപ്പോ ഏതായാലും ശരി, ഈ ഫൈസി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫൈസി കളവ് പറഞ്ഞു. അതിന് ഒരാൾ വെറുതെ കളവാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫൈസിയാണ് കളവും പറയാത്ത വ്യക്തിയാണ്. അപ്പൊ ഫൈസി പറഞ്ഞത് ഫൈസിന്റെ ഉറപ്പനുസരിച്ചാണ് പറഞ്ഞത്. അപ്പോ ആ വിഷയം അബ്ദുൽ ഹമീദ് ഫൈസിനോട് പറഞ്ഞു. അദ്ദേഹം അത് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മുടി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി, ഒരു മുടി അഹമ്മദിന്റെ അടുക്കലുണ്ട്, ഹസ്രജി കുടുംബത്തിലുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നീട് അതിന് മാറാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. മാറാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. മാറാനുള്ള കാരണം അഹമ്മദ് ഹസ്രജിയുടെ വീട്ടിൽ 70 മുടികളുണ്ട് എന്ന് അവിടെ പോയി കണ്ട ധാരാളം ആളുകൾ പറഞ്ഞു എന്ന് മാത്രമല്ല, നമ്മളൊക്കെ കാണും ചെയ്ത്. പിന്നെ അവിടെ നിൽക്കണ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ട്, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മുടികള്, കെട്ടുകണക്കിന് മുടികള്, ആയിരക്കണക്കിന് എണ്ണം വരുന്ന മുടിക്കെട്ടുകൾ തൂങ്ങിക്കിടക്കുന്നു. അവിടെ അഹമ്മദ് ഹസ്രജും AP-യും ഒക്കെ ഇങ്ങനെ നിൽക്കണ്, വേറെയും കുറെ ആളുകളൊക്കെ നിൽക്കണ്. അഹമ്മദിന്റെ ഒരു കുട്ടി ഇങ്ങനെ കത്തിരിടുത്തിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ട്, എന്താ കളിയാ, രസല്ലേ, റസൂലുള്ളാഹിന്റെ മുടിയേറ്റായി കളിക്കണതേ, കത്തിരിടുത്ത് ഇങ്ങനെ വെട്ടണ്. പിന്നെ വേറെ സ്ഥലത്ത് അഹമ്മദ് കൈമറ്റത്തിന് ഗ്ലൗസ് ഇട്ടിട്ട് അതിനെ താങ്ങിക്കൊണ്ടു പോണത്, അതിന്റെ അത് ഏറ്റിങ്ങനെ നോക്കി നിൽക്കണ്. അതൊക്കെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് കാന്തപുരത്തിന്റെ സൈറ്റിൽ തന്നെ, ദലീലുൽ ഈമാൻ എന്ന് പറയുന്ന സൈറ്റിൽ തന്നെ ആ മുടിക്കെട്ടുകൾ തൂങ്ങിക്കെടുക്കുന്നതുണ്ടായിരുന്നു. പിന്നീട് അത് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. ഏതായാലും ശരി, പിന്നീട് ആ വിഷയത്തിന് മാറാനുള്ള കാരണം ഒന്നതാണ്. ഈ മുടി ഇത്രയും നീളമുള്ള മുടി കണ്ടപ്പോൾ റസൂലുള്ളാഹിന്റെ മുടി എല്ലാം സമാണ് എന്ന് മനസ്സിലായി. മറ്റൊരു കാരണം ആ സനത് വായിച്ചതാണ് ഒരു പ്രശ്നം ഉണ്ടായത്. സനത് എന്ന പേര്, ഇത് സനത് വായിക്കുന്നു എന്ന് പറഞ്ഞ പേരോട് അങ്ങനെ അത് വായിച്ച് പിന്നീട് മുത്തസ്സലായ സനതോട് കൂടി നമുക്ക് കിട്ടി ഇപ്പൊ എന്ന് കാന്തപുരം പറഞ്ഞു. പിന്നീട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഒക്കെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് സനതല്ല, അത് ഇയാളുടെ നെസബയാണ്. അപ്പൊ സനതല്ലാത്തൊരു വിഷയത്തെ
സനദാണെന്ന് കള്ളം പറയുന്നത് കൊണ്ടും മനസ്സിലായി ഇതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അല്ലാന്ന്. അപ്പൊ നബിയുടെ ആ മുടിയുടെ നീളം കൂടുതല്, ആ മുടിയുടെ എണ്ണം കൂടുതല്, അതുപോലെ തന്നെ സനദ് അല്ലാത്തതിനെ കുറിച്ച് സനദ് എന്ന് കള്ളം പറഞ്ഞപ്പോൾ ഉണ്ടായ സംശയം, ഇതൊക്കെയാണ് ആ വിഷയത്തിൽ നിന്ന് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം പിന്മാറാനുള്ള കാരണം. പിന്നെ അതിന് പുറമെ പിന്നെ അവസാനം ആകെ തെളിഞ്ഞ് ഈ മുടിയൊക്കെ ഹസ്രജിക്ക് തന്നെ മുടി കിട്ടിയത് ബോംബെയിലെ ജാലിയൻവാലന്റെ അടുക്കൽ നിന്നാണ് കിട്ടിയത്. ജാലിയൻവാലക്ക് മുടിക്ക് അപേക്ഷ കൊടുത്തത് 20/5/2007 ഹസ്രജി. അതൊക്കെ അതിന്റെയൊക്കെ സകലമാന തെളിവുകൾ നമ്മളടുത്ത് കിട്ടി. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി അല്ല. ജാലിയൻവാലന്റെ അടുക്കലാണെങ്കിലോ 10,000 മുടി ഉണ്ട് എന്നാ, 1 മീറ്ററോളൊക്കെ വലിപ്പം നീളമുള്ള 10,000 മുടി ഉണ്ട്. അതിനാണെങ്കിൽ സന്നദ്ധൊന്നും ഇല്ലെന്ന് ഒരു തെളിവുമില്ല, റസൂലുള്ളാഹിന്റെ ആണെന്ന് പറയാൻ ഒരു തെളിവുമില്ല ജാലിയൻവാലന്റെ അടുക്കലും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത് റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്നിപ്പോ പറയണത്. അപ്പൊ ആദ്യം പറയാനുള്ള കാരണം ഇപ്പൊ പറയാനുള്ള കാര്യം മനസ്സിലായല്ലോ. പിന്നെ വാക്ക് മാറ്റി മാറ്റി പറഞ്ഞു എന്ന്. ആദ്യം എന്ത് പറഞ്ഞ് അത് പിന്നെ ഇയാളെ മുടിയായിരിക്കും, അത് ലബനാനി പെണ്ണിന്റെ ആണെന്നല്ല പറഞ്ഞു, ലബനിച്ച് പറയുകയും അപ്പൊ റസൂലുള്ളാഹിന്റെ മുടി അല്ലെങ്കിൽ പിന്നെ ആരുടെ മുടി? അപ്പൊ പല സംശയം ഉണ്ടാവില്ല അതില്. ചിലപ്പോൾ ലബനാനി പെണ്ണിന്റെ മുടിയാവാം, അതുപോലെ തന്നെ കാന്തപുരത്തിന്റെ മുടിയാവാം, ബാർബർ ഷാപ്പിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാവാൻ ആവാം. അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞാണ്. ആണ് എന്നല്ല, ബാർബർ ഷാപ്പിൽ നിന്ന് കൊണ്ടുവന്ന മുടി ആണ് എന്നല്ല, ആണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ആവാം സാധ്യത ഇപ്പോഴും പിന്മാറി നേരത്തെ പറഞ്ഞ പോലെ ആവാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹിന്റെ മുടി എല്ലാ കാര്യം ഉറപ്പാണ്. പിന്നെ ആ മുടി ഓടുന്നു, ഇത്ര നീളമുള്ള മുടി ഓടുന്നു എന്ന്. അതുപോലെ സ്ത്രീകളുടെ മുടിയാവാം, അത് ലബനാനി പെണ്ണിന്റെ മുടിയാവാം. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞു, ഞാനിവിടെ അബുദാബി UAE ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ UAE ഔഖാഫ് ഉണ്ട്, അതിന്റെ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പണിയെടുക്കുന്നതാണ് ഇവിടുത്തെ ഫത്വ കമ്മിറ്റി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഉണ്ട്. 800-24-22 അടിച്ചാൽ ഫ്രീ ആയിട്ട്, പൈസ ഇല്ലാതെ തന്നെ അവരോട് ചോദ്യം ചോദിക്കാം. ഞാൻ അവർക്ക് പല പ്രാവശ്യം വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാള്, ഞാനിപ്പോ ഇങ്ങനെ പറയാൻ പറ്റും, ഒരാള് വാദിക്കുന്നു, ആ ആളുടെ അടുക്കൽ എന്തുണ്ട്, 70 സെന്റിമീറ്ററും ഒക്കെ നീളമുള്ള 1000 മുടികളുണ്ട്. അദ്ദേഹം വാദിക്കുന്നു എന്ത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. എന്താണ് അതിനെ കുറിച്ച് പറയണമെന്ന് വെച്ച് ഞാൻ, അപ്പൊ റസൂലുള്ളാഹിന്റെ മുടിയോ വിശ്വാസമത്തെ മുടിയോ അത് സ്ഥിരപ്പെട്ടതാണല്ലോ. റസൂലുള്ളാഹിന്റെ കഫ വരെയായിരുന്നു, ഉദിന് വരെയായിരുന്നു, എന്നൊക്കെ സ്ഥിരപ്പെട്ടതാണല്ലോ. ഇത് ഇത്ര നീളം എന്റെ ഹിന്ദിയുടെ മുടിയായിരിക്കും, ഹിന്ദിയാത്തിന്റെ മുടിയായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് അതെന്റെ ഹിന്ദിയാത്തിന്റെ മുടിയത്തായിരിക്കും എന്ന്. അത് തമാശ ഇതാണ്. കാരണം റസൂലുള്ളാഹിന്റെ മുടിയല്ലാത്ത കാര്യമാണ്. ആ ഉറപ്പിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല. നമ്മൾ പണ്ടും റസൂലുള്ളാഹിന്റെ മുടിയല്ലാന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറ്റതൊക്കെ ഏതെന്ന്, മറ്റത് ആ ഉറപ്പ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഈ വിഷയത്തിൽ യാതൊരു സംശയം ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് ലബനാനി പെണ്ണിന്റെ ആയിരിക്കും, ലബനാനി പെണ്ണിന്റെ ആണ് എന്ന് പറഞ്ഞിട്ടില്ല, അത് ഹിന്ദിയാത്തിന്റെ ആയിരിക്കും അവര് പറഞ്ഞു, ഹിന്ദിയാത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ നിലക്കാണത് എന്ന് സഹോദരൻ മനസ്സിലാക്കുക. ഇനി മറ്റേ സുന്നീസം മൈക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തെ മൈക്കെടുത്തതിന് ശേഷം ഇനി അടുത്ത ആളുകൾക്ക് മൈക്കെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സംശയം, നാട്ടിൻപുറത്തുകാരന്റെ ഒന്നാമത്തെ സംശയം, ആദ്യം ബഹുമാനപ്പെട്ട നമ്മുടെ ഹസൻ സക്കാഫി പൂക്കോട്ടൂർ പറഞ്ഞു. ഹസൻ മൗലവി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. AP അബൂബക്കർ മൗലവി എന്നാണ് സാധാരണ ഹസൻ സക്കാഫി പിന്നെ AP അബൂബക്കർ മുസ്ലിയാർ പ്രയോഗിക്കാറുള്ളത്. അതുകൊണ്ടായിരിക്കും മൗലവി എന്ന് പ്രയോഗിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു സന്തത കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രയോഗിക്കാറ്. എന്തായാലും ഹസൻ സക്കാഫി പറഞ്ഞത് ഇത് ഷറഫാക്കപ്പെട്ട വഴികളിലൂടെ ഷറഫാക്കപ്പെട്ട കൈകളിൽ മാത്രമേ എത്തിപ്പെടുകയുള്ളൂ. അങ്ങനെ എത്തിപ്പെടുക പിന്നെ അല്ലാതെ ഒരു രൂപത്തിലും ഇത് AP അബൂബക്കർ മുസ്ലിയാരുടെ കൈകളിൽ ഒരിക്കലും ഇത് എത്തിപ്പെടാൻ ഒരു ചാൻസും ഇല്ല. കാരണം അദ്ദേഹത്തിന് ഷറഫാക്കപ്പെട്ട വഴികളിലൂടെ എത്താൻ ഒരു ചാൻസും ഇല്ല അദ്ദേഹത്തിന്റെ കൈകളിൽ. അതുകൊണ്ട് അദ്ദേഹം കൈകളിൽ പാത്ര കൈകളല്ലാത്തത് കൊണ്ട് എത്തിപ്പെടുകയില്ല. പിന്നെ മറ്റുള്ള പ്രഭാഷണങ്ങളിൽ നമ്മുടെ ഫൈസി ഉസ്താദ് പറഞ്ഞത്, കണ്ണാടിപ്പറമ്പ് ഫൈസി ഉസ്താദ് പറഞ്ഞത്,
പിന്നെ AP-യുടെ കയ്യിൽ പ്രവാചകന്റെ കേശം എത്തി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഷറഫൊന്നും ഉണ്ടാവുകയില്ല. തൈൽ കാസിം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഷറഫൊന്നും ഉണ്ടാവുകയില്ല. കാരണം ഷറഫാക്കപ്പെട്ട പല വസ്തുക്കളും ഷറഫാക്കപ്പെട്ടവരുടേതല്ലാത്ത കൈകളിലും എത്തിയിട്ടുണ്ട്. ഉദാഹരണം, ജൂതന്മാരുടെ കൈകളിൽ ബൈത്തുൽ മുഖദ്ദിസ് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ കാസിമി ഉസ്താദും അതുപോലെ തന്നെ കണ്ണാടിപ്പറമ്പ് ഉസ്താദൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ യോഗങ്ങളിലൊക്കെ ആ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷറഫാക്കപ്പെട്ട ബൈത്തുൽ മുഖദ്ദിസ് എത്തി, അവരും ആക്രമിച്ചു കീഴടക്കി. അതുപോലെ തന്നെ അങ്ങനെ അല്ലാതെ പല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ആസാറുകളും ആക്രമിച്ചിട്ടും അതല്ലാതെയും ഒക്കെ പിന്നെ കെട്ടെടുത്ത് കൊണ്ടുപോയും ഒക്കെ പല ആളുകളുടെയും കൈകളിൽ എത്തിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അത് കുടുംബപരമായി എത്തിപ്പോന്ന ആളുകൾക്ക് ബലഹീനരാണ്, വിശ്വാസത്തിന്റെ കാര്യങ്ങളിൽ അവരേക്കൊന്ന് പണം കൊടുത്തു വാങ്ങിയവരൊക്കെ ഉണ്ടാവാം. അങ്ങനെയൊക്കെ സംഭവിക്കും. അതല്ലാതെ അതിൻ്റെതായ രൂപത്തിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ മുറബ്ബിയായ മശായിഖന്മാരിലൂടെ ഫിർദൗസിയിലൂടെ എനിക്കെത്തിപ്പെട്ടത് എന്ന രൂപത്തിലൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു, അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു കൊടുത്തു, അവിടെ നിന്ന് അങ്ങനെ പോന്ന് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിലൂടെ ആ മുറബ്ബിയായ മശായിഖന്മാർ അവരുടെ ഖലീഫമാരിലൂടെ പരമ്പരയായി ആ ഖിലാഫത്ത് നൽകുന്ന കൂട്ടത്തിൽ കൊടുത്തു വരുന്ന രൂപത്തിൽ ഒരിക്കലും ആരുടെ കൈകളിൽ എത്തുകയില്ല. ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൈകളിൽ എത്തുകയില്ല. അങ്ങനെ ഷറഫാക്കപ്പെട്ട ഒരു കൈകളല്ല. അതുകൊണ്ട് തന്നെ ഷറഫാക്കപ്പെട്ട ഒരു കൈമാറ്റം അവിടെ നടക്കുകയില്ല. ഇതാണ് അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് പറയുകയല്ല, അത് അവിടെ തന്നെ വിശദീകരിക്കപ്പെട്ടതാണ്. അദ്ദേഹം തന്നെ ഈ വിഷയം പല പ്രഭാഷണങ്ങളിലും ഇതേ രൂപത്തിൽ വിശദീകരിച്ചതാണ്. അപ്പോ അവിടെ മാറ്റി പറഞ്ഞതല്ല. നല്ല രൂപത്തിൽ ഒരിക്കലും അയാളെ കൈകളിൽ നല്ല രൂപത്തിൽ എത്തിപ്പെടുകയാണെങ്കിൽ അത് ഷറഫാക്കപ്പെട്ട കൈകളിലേ എത്തുള്ളൂ. ഷറഫാക്കപ്പെട്ട ഒരാൾ ഷറഫാക്കപ്പെട്ട ഒരാളിലേക്ക്. ഇവിടെ എവിടെയാണ് വൈരുദ്ധ്യം? ആരുടെ പ്രഭാഷണങ്ങളിലാണ് വൈരുദ്ധ്യമുള്ളത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ത് പറഞ്ഞു? എനിക്ക് കിട്ടിയത് ഫിർദൗസി മുഖാന്തരമാണ്. പിന്നെ കാന്തപുരം എന്ത് പറഞ്ഞു? എനിക്ക് കിട്ടിയത് ജാലിയ എന്നാണ്. പറഞ്ഞത് ബറക്കാത്തി തങ്ങന്മാർ നേരിട്ട് ലഭിച്ചു, അത് പറഞ്ഞത് കാന്തപുരമാണ്. പിന്നെ ഇത് ദാറുൽ വെക്കാനാണെന്ന് പറഞ്ഞതാരാ? കാന്തപുരം. അല്ല, ഇസ്ലാമിക് സെന്ററിൽ വെക്കാനാണെന്ന് പറഞ്ഞതോ നൗഷാദ് ഹസനി. ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ ആരാ? അതിവരാണ്. ഒരു വട്ടപ്പെന്ന് നൗഷാദ് ഹസന്റെ പ്രഭാഷണം പറഞ്ഞു കുടുംബ. പിന്നെ ഇപ്പൊ പറഞ്ഞത് അദ്ദേഹം പിന്നെ ബഹുമാനപ്പെട്ട ഖസറജി, അത് അൻസാരികളിൽപ്പെട്ട മഹാനാണ്, സയ്യിദുൽ അൻസാറാണ്. അങ്ങനെ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് മുടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ സൂക്ഷിക്കുന്നതിന് ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ അദ്ദേഹം അങ്ങനെ സൂക്ഷിക്കുന്നതുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പ്രസംഗിച്ച ആളുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നൗഷാദ് ഹസൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നൗഷാദ് ഹസനി പറഞ്ഞു, അത് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അത് കിട്ടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട പിന്നെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലൂടെയാണ് ഖസറജിക്ക് അത് കിട്ടിയിട്ടുള്ളത്. ഇന്ന് നൗഷാദ് ഹസനി പറയണം. ഇന്ന് അപ്പൊ സയ്യിദുൽ അൻസാർ ആയിട്ട് അൻസാരികളുടെ പരമ്പരയിലൂടെ വന്നതല്ല. കാരണം എന്തായാലും മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖസറജി അല്ലല്ലോ. അത് അങ്ങനത്തെ ഒരു വാദം ഉണ്ടോ? ആ ഒരു വാദമുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ മൂപ്പർ അത് പറഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക എന്ന ഒരു പ്രക്രിയ നടത്തപ്പെട്ടിട്ടുള്ളത് അവരാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് മറുപടി പറഞ്ഞതുകൊണ്ട്, നൂർ ഫൈസി ഉസ്താദ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞതുകൊണ്ട് ആ വിഷയം ഞാൻ പറയുന്നില്ല. ഇത് ഒന്നാമത്തെ ചോദ്യത്തിന് അദ്ദേഹത്തിനുള്ള മറുപടി എന്ന നിലക്കാണ് പറയുന്നത്. ഇപ്പൊ നൗഷാദ് ഹസൻ അവരുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഈ വിവാദമുടിയെ കുറിച്ച് ഇപ്പോൾ അവർക്ക് കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ട് ആ പ്രഭാഷണമൊക്കെ നിർത്തി ഇപ്പോൾ നൗഷാദ് ഹസനിയെ അവർ ഇന്നലെ